പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാരാനാത്ത യൂട്യൂബ് ചാനലിൻ്റെ വചന കേൾവിക്കാരും ഇതിൻ്റെ സഹപ്രവർത്തകരുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് ഈ ആലയത്തിലെ എല്ലാ മക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ മുന്നമേ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തുടർച്ചയായിട്ട് വചനം കേട്ടു വരുന്ന ഈ കാലഘട്ടത്തിൽ ഞായറാഴ്ച ദിവസത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമായിട്ടുള്ള വായനകളൊക്കെ നമ്മൾ ധ്യാനിച്ചും ശ്രദ്ധിച്ചും വരികയായിരുന്നല്ലോ. വരുന്ന ഞായറാഴ്ചത്തെ അല്ലെങ്കിൽ ഈ ഞായറാഴ്ചത്തെ പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന 5-ാമത്തെ ഞായറാഴ്ചയാണല്ലോ ഈ ഞായറാഴ്ച. പിതാക്കന്മാർ വായനകൾ ക്രമീകരിച്ചിരിക്കുന്നത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ പരിചയപ്പെടുത്തിട്ട് എഴുതിയെടുക്കുകയും അത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നല്ലൊരു സത്യ ആരാധന ദൈവമുമ്പാകെ സമർപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവവചനം നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. നിങ്ങളുടെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ബോധമനസ്സിനെയും സുബോധ മനസ്സിനെയും അവബോധ മനസ്സിനെയും വിശുദ്ധീകരിച്ച് ഞങ്ങൾക്കിത് കേൾക്കുവാനും ഗ്രഹിക്കുവാനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ജീവിക്കുവാനും കൃപ നൽകണമേ. നാഥാ, ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഓരോ വാക്കുകളും കർത്താവേ, അവിടുത്തെ അളവുകളോ അതിരുകളോ ഇല്ലാത്ത സ്നേഹത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ഈ മക്കൾക്ക് സ്വീകരിക്കുവാനും ഗ്രഹിക്കുവാനും അവിടുത്തെ കൃപ കൊടുക്കണമേ. എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമം ഞങ്ങളിലൂടെ മഹത്വപ്പെടുവാനും അതുവഴി പിതാവായ ദൈവം ഏകസത്യ ദൈവമാണെന്നും ലോകം മുഴുവനും അറിഞ്ഞ് ആരാധിക്കുവാനും ഇടയാകട്ടെ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വായനകൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിട്ട് പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന 5-ാമത്തെ ഞായറാഴ്ചയുടെ ഒരുക്കമാകുന്ന സന്ധ്യയുടെ വായന വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 41 വരെ വാക്യങ്ങളും, പ്രഭാതത്തിൻ്റെ വായന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 28 വരെ വാക്യങ്ങളും, വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് പഴയ നിയമ വായന പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 14 മുതൽ 19 വരെ വാക്യങ്ങളും, ഹോശയ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായം 6 മുതൽ 10 വരെ വാക്യങ്ങളും, ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 27 മുതൽ 31 വരെ വാക്യങ്ങളുമാണ്. വിശുദ്ധ കുർബാനയ്ക്കുള്ള വായനകൾ പൊതുവിനെഴുതിയ വായന അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 10 മുതൽ 15 വരെ വാക്യങ്ങളും, വിശുദ്ധ പൗലോസിൻ്റെ ലേഖനം 2 കൊരിന്ത്യർ 5-ന്റെ 14 മുതൽ 20 വരെ വാക്യങ്ങളും, ഏവൻഗേലിയോൻ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 10 മുതൽ 17 വരെ വാക്യങ്ങളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത്രയും വാക്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും വചനങ്ങൾ ഓരോ പുസ്തകത്തിൽ നിന്നും എടുത്ത് നമ്മൾ വായിക്കുകയും ഇവിടെ നടത്തപ്പെടുന്ന ഈ ശുശ്രൂഷയിലൂടെ കടന്ന് മനസ്സും ഹൃദയവും ഒരുക്കുകയും തുടർന്ന് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവം നിങ്ങൾക്ക് ഓരോന്നും വെളിപ്പെടുത്തി തരികയും ചെയ്യുന്ന അനുഭവമാണ് സുവിശേഷം അല്ലെങ്കിൽ സുവിശേഷ പ്രസംഗം. സുവിശേഷം പ്രസംഗം കേൾക്കുമ്പോൾ മാത്രം ഒരു സന്തോഷം അനുഭവിക്കുന്നതല്ല, ജീവിതത്തിലുടനീളം സന്തോഷം അനുഭവിക്കുന്നതാണ്. ജീവിതത്തിലുടനീളം സന്തോഷം അനുഭവിക്കുന്നതാണെങ്കിൽ അത് നമ്മുടെ മനസ്സിനും നമ്മുടെ ആത്മാവിനും ശരീരത്തിനും ഏറെ അനുഗ്രഹപ്രദമായി തീരണമെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, വിശുദ്ധ സന്ധ്യയുടെ ഏവൻഗേലിയോനിൽ 9-ാം അധ്യായം, മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 30 മുതൽ 41 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ
2-3 ചിന്തകൾ നമ്മുടെ മനസ്സിലത് കടന്നു വരും. ശിഷ്യന്മാർക്കുള്ള ഒരു ഭാഗമായിട്ട് അതിനെ നമ്മൾ കണക്കാക്കാം. നമ്മളെല്ലാവരും ക്രിസ്തു ശിഷ്യന്മാരായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അത് ആവശ്യമാണ്. ഒന്നാമതായിട്ടൊരു ചിന്ത ഇവിടെ വരുന്നത്, ക്രിസ്തു ശിഷ്യൻ സഹനത്തിലൂടെയാണ് മനുഷ്യരെ നേടേണ്ടത്. സഹനത്തെക്കുറിച്ചാണ് കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അതെങ്ങനെയാണ് അവിടെ ബൈബിളിൽ നമ്മൾ കാണുന്നത്? കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും പുനരുദ്ധാനം സ്വർഗത്തിലേക്ക് കയറുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും അവർക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉദ്ധാനത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞപ്പോൾ ആ ശിഷ്യന്മാർക്കത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഒന്നാമത്തെ ചിന്ത. അപ്പോൾ സഹനത്തിലൂടെയാണ് ക്രിസ്തു ശിഷ്യരെ മനുഷ്യരെ നേടേണ്ടതെന്നുള്ള ആ ധ്യാനം യേശു അവർക്ക് പറഞ്ഞു കൊടുത്തു. സഹനത്തെക്കുറിച്ചാണ് മനസ്സിലാക്കേണ്ടതെന്നും പിന്നീടുള്ള അനുഭവത്തിൽ നിന്ന് അവർക്ക് യേശു മനസ്സിലാക്കി കൊടുത്തു. രണ്ടാമത്തെ ആ ഭാഗത്ത് തന്നെയുള്ള ചിന്തയിൽ അവർ ചോദിക്കുന്നത്, ഞങ്ങൾ ഒരാളിടത്തും ഒരാൾ വലത്തും ഇരുത്തുമോ നീ മഹത്വം പ്രാപിച്ചു വരുമ്പോൾ എന്ന ചോദ്യമാണ്. അതിന് യേശു പറയുന്ന, ഒരുവൻ നേതാവാകാൻ, വലിയവനാകാൻ, അല്ലെങ്കിൽ നേതൃസ്ഥാനത്ത് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ എല്ലാവരുടെയും സേവകനായിരിക്കണം എന്ന് പറഞ്ഞ ഒരു ശിശുവിനെ കാണിച്ചുകൊണ്ട്, ഒരു ശിശുവിനെ യേശു കയ്യിലെടുത്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഒരു ശിശുവിന് എന്തൊക്കെ ശുശ്രൂഷ ചെയ്തു കൊടുക്കണമോ, ഒരു ശിശുവിന് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ എന്തൊക്കെ ശുശ്രൂഷയാണോ സ്നേഹത്തോടെ ചെയ്തു കൊടുക്കുന്നത്, അതുപോലെ തന്നെ ദൈവരാജ്യത്തെ പ്രതി ഓരോ നേതാവും തൻ്റെ കൂടെയുള്ളവർക്ക്, തൻ്റെ ശിക്ഷഗണത്തിൽപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കണമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കുഞ്ഞിനെ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ ആ കുഞ്ഞിൽ നിന്ന് പ്രതിഫലമൊന്നും ലഭിക്കുന്നില്ലല്ലോ. അതുപോലെ പ്രതിഫലം ഇച്ഛിക്കാതെ തന്നെ സേവന മനസ്സോടെ ശുശ്രൂഷ ചെയ്യണമെന്ന് അവിടെ പഠിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ളവനാണ് ദൈവരാജ്യത്തിൽ ഒന്നാമൻ എന്ന് പറയുകയാണ്. അവിടെ തന്നെ മൂന്നാമതൊരു കാര്യമുണ്ട്. യേശുക്രിസ്തു ശിഷ്യന്മാരും പോകുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, നിൻ്റെ നാമത്തിൽ അവിടെ ഒരാൾ ഭൂതങ്ങളെ ബഹിഷ്കരിക്കുന്നത് കണ്ടു, നമ്മുടെ കൂടെ അല്ലാത്തതുകൊണ്ട് ഞങ്ങളവരെ തടഞ്ഞു വന്നു. യേശു അവിടെ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്, അവരെ തടയണ്ട. അതിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ദൈവ ശുശ്രൂഷയിൽ ഞങ്ങൾ മാത്രമാണ് ശരി എന്ന രീതിയിൽ ആരും മറ്റുള്ളവരെ തടയരുത്. പല സഭാവിഭാഗങ്ങളും ഇന്ന് ശുശ്രൂഷയിലുണ്ടല്ലോ, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ. അപ്പോൾ ഞങ്ങൾ മാത്രമാണ് ശരി എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ തടയുന്നത് ശരിയല്ല എന്നൊരു ധ്യാനവും അതിലൂടെ കർത്താവ് നമുക്ക് തരുന്നുണ്ട്. രണ്ടാമത്തെ വായനയിലും പ്രഭാതത്തിൻ്റെ വായനയിലും ഇതുപോലെ തന്നെയാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 28 വരെ വാക്യങ്ങളിലാണ്. ആ ഭാഗം നമ്മൾ വായിക്കുമ്പോഴും ഇങ്ങനെയാണ്, അധികാരം സേവനത്തിനുള്ളതാണ്. ദൈവരാജ്യത്തിൽ വിനയവും അപമാനം നേരിടാനുള്ള സന്നദ്ധതയുമാണ് വിലമതിക്കപ്പെടുന്നത്. ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്തു ശിഷ്യൻ്റെ വിനയവും അപമാനം നേരിടാനുള്ള സന്നദ്ധതയുമാണ് വിലമതിക്കപ്പെടുന്നതാണ് സത്യമെന്ന് യേശു പഠിപ്പിക്കുകയാണ്. കാരണം അവിടെ ഒരമ്മ വന്നിട്ട് തൻ്റെ മക്കൾ 2 പേരും ദൈവരാജ്യത്തിൽ ഇടത്തും വലത്തും ഇരിക്കണമെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുമോ, ഞാൻ ഏൽക്കുന്ന ശുശ്രൂഷ ഏൽക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചെയ്യുമെന്ന് പറയുമ്പോൾ യേശു പറയുന്ന മറുപടികളാണതൊക്കെ. അപ്പോൾ ദൈവരാജ്യത്തിൽ ഒരാൾക്ക് ഒന്നാമനാകണമെങ്കിൽ അപമാനം സഹിക്കണം, ക്രിസ്തുവിനെ പ്രതി
എളിയ സേവനം എളിയവർക്ക് ചെയ്തു കൊടുക്കണമെന്നുള്ളതും യാഥാർത്ഥ്യമാണ്. വീണ്ടും നമ്മൾ പ്രിയമുള്ളവരെ പഴയ നിയമ വായനയിലേക്ക് വരികയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള പഴയ നിയമ വായന. അത് പുറപ്പാട് പുസ്തകം 23-14 മുതൽ 19 വരെ വാക്യങ്ങളാണ്. രക്തചുരുക്കം എങ്ങനെയാണ്? നാം എന്തൊക്കെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹമായി നമുക്ക് ദൈവം നൽകിയിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഓഹരി ദൈവത്തിന് സന്തോഷത്തോടെ സമർപ്പിക്കണം. ഉത്സവങ്ങൾ ആഘോഷിക്കണം, പെരുന്നാളുകൾ ആഘോഷിക്കണമെന്നാണ് പറയുന്നത്. വിളവിൻ്റെ പെരുന്നാളുകൾ, ഓഹരിയുടെ പെരുന്നാളുകൾ, അങ്ങനെ ഓരോ പെരുന്നാളുകളും നമ്മൾ ആഘോഷിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തിന് പ്രീതിപ്പെടുത്തുന്നവരായി മാറണമെന്നാണ് പറയുന്നത്. നമുക്കുള്ള എല്ലാ നന്മകളും ദൈവത്തിൽ നിന്നുള്ളതാകയാൽ എല്ലാറ്റിൻ്റെയും ഓഹരി, അത് കൃഷിയുടെ ആയാലും ബിസിനസ്സിൻ്റെ ഓഹരി ആയാലും എന്തിൻ്റെ, നമുക്ക് എന്ത് വരുമാനമാണോ നമ്മുടെ ജീവിതത്തിന് വേണ്ടി ദൈവം അനുവദിച്ച് നൽകിയിരിക്കുന്ന അതിൻ്റെ എല്ലാം ഓഹരി ദൈവത്തിന് കൊടുക്കണം. ദൈവാലയത്തിലേക്ക് വെറും കൈയോടെ ചെല്ലരുത്, വെറും കൈയോടെ വരരുത് എന്ന് കർത്താവ് നമ്മളോട് പറയുകയാണ്. നമ്മുടെ നേർച്ചകളും വഴിപാടുകളും എല്ലാം നമ്മുടെ ദൈവത്തിന് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കൃഷിയിടങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുമെന്ന് പാതിരാ പ്രാർത്ഥനയിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 12 സ്ലീഹന്മാരുടെ കണക്കനുസരിച്ച് 12 മാസങ്ങൾ കൃപയോടെ വാഴ്ത്തണമേ. വേനലും വർഷവും ക്രമമായിട്ടുണ്ടാവുകയും സ്വർഗീയ നന്മകളും ഭൂമിയുടെ വിളവുകളും അനുഭവിച്ച് അഗതികളും ദരിദ്രന്മാരും പക്ഷി തൃപ്തരായി നിൻ്റെ തിരുനാമത്തെ സ്തുതിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ. അപ്പോൾ ദൈവം ഒത്തിരി നമ്മുടെ കൃഷിയിടങ്ങളെയും നമ്മുടെ വയലുകളെയൊക്കെ അനുഗ്രഹിക്കുമെന്ന് വചനം പറയുന്നു. എല്ലാം ദൈവത്തിന് ദശാംശമായി ഓഹരിയായി നമ്മൾ കൊടുക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. അത് ദരിദ്രരും അഗതികളും ഭക്ഷിച്ച് തൃപ്തരാകണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കുണ്ടാകുന്ന വിളവുകളുടെയൊക്കെ ഓഹരി അനാഥരും ദരിദ്രരുമായി ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് പങ്കുവെക്കണം. അങ്ങനെ പങ്കുവെക്കുമ്പോൾ നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ കിട്ടും. ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ദേവാലയത്തിന് കൊടുക്കുന്നത് പോലെ തന്നെ അത് അനാഥർക്കും ദരിദ്രർക്കും പങ്കുവെക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അനാഥരെയും ദരിദ്രരെയൊക്കെ താമസിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അതിൻ്റെ ഓഹരി കൊടുക്കണം. കൊടുക്കുന്ന ധാരാളം ആളുകളെ എനിക്കറിയാം. നമ്മുടെ പ്രത്യാശ ഭവനിലൊക്കെ ധാരാളം ആളുകൾ അവരുടെ വിളവിൻ്റെ പങ്ക് കൊണ്ടുവന്ന് തരാറുണ്ട്. ഒത്തിരി നന്ദിയോടെ അവരെ ഓർക്കുന്നു. ഒത്തിരി അതുവഴി അനുഗ്രഹം പ്രാപിച്ചിട്ടുള്ളവരുമുണ്ട്. അപ്പോൾ പഴയ നിയമ വായന പുറപ്പാട് പുസ്തകത്തിൽ അങ്ങനെയാണ്. ദൈവത്തെയും ദൈവിക ശുശ്രൂഷകളെയും കരുതിക്കൊണ്ട് നമുക്ക് ഉള്ള നന്മകളിൽ നിന്ന് പങ്കുവെക്കണമെന്നുള്ളതാണ്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 10 വരെ വാക്യങ്ങളാണ് രണ്ടാമത്തെ വായന. അതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? അനുദപിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, അത് നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളായിരിക്കുമെന്നാണ് പറയുന്നത്. പ്രവാചകൻ്റെ പുസ്തകം അങ്ങനെ പറയുകയാണ്. ലില്ലികൾ മൊട്ടുണ്ടാവും, വിരിയും, താമര എന്നൊക്കെ അതിനർത്ഥം വരുമല്ലോ. അപ്പോൾ താമര, നമുക്കറിയാം താമരച്ചെടി അത് പെട്ടെന്ന് വളരുന്നതും പുഷ്പിക്കുന്നതും പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നതുമാണ്. എന്നാൽ അതിനെ ഇവിടെ എന്താ പറയുന്നത്, നിലനിൽക്കുന്ന വൃക്ഷം ഹോശേയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് ഏത് വൃക്ഷമായിരിക്കുമെന്ന അത് ലില്ലി പോലെ അത് അവൻ പുഷ്പിക്കും, അവൻ്റെ ഇലവ് പോലെ അവൻ വേരുറപ്പിക്കും, അവൻ്റെ ശാഖകൾ പടർന്നു പന്തലിക്കും, അവൻ ഒലിവിൻ്റെ മനോഹാരിതയും ലെബനോൻ്റെ പരിമളവും ഉണ്ടായിരിക്കും. അപ്പോൾ താമര പോലെ വിരിയുമെങ്കിലും താമരയുടെ പ്രത്യേകത അത് ക്രിസ്തുമാണ്. അത് ഒരു ചെറിയ കാലത്തേക്കുള്ളൂ. എന്നാൽ അനുദപിച്ച് ദൈവത്തിലേക്ക് വരുന്നവൻ ആ ചെറിയ കാലത്തിലേക്കല്ല, അവൻ ഒലിവ് പോലെ വേരുറപ്പിക്കും. നിലനിൽക്കുന്ന, ചുരുക്കി പറഞ്ഞാൽ
നിലനിൽക്കുന്ന അനുഗ്രഹമായിരിക്കും അവനിൽ ദൈവം കൊടുക്കുന്നത്. അതുകൊണ്ട് നിലനിൽക്കുന്ന അനുഗ്രഹത്തിനായി മാനസാന്തരത്തിലേക്ക് വരാൻ കർത്താവ് ആഹ്വാനം ചെയ്യുന്ന ഭാഗമാണത്. അല്ലെങ്കിൽ ആ മാനസാന്തരത്തിലേക്ക് വരുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ആ എന്താ പറയുന്നത് നിത്യതയും അതിൻ്റെ ഉറപ്പും ഈ ഇഹത്തിലും പരത്തിലും അവൻ നിലനിൽക്കുന്നവനായിരിക്കും, അനുഗ്രഹിക്കുന്നവനായി തീരപ്പെടുമെന്ന് പറയുന്ന സംഭവമാണ്. അതുപോലെ മൂന്നാമത്തെ വായന യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 31 വരെ വാക്യങ്ങളാണ്. അതിൻ്റെ രത്നചുരുക്കം എങ്ങനെയാണ് നമ്മൾ വായിച്ചു വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെ മനസ്സിലാവും. എൻ്റെ വഴികൾ കർത്താവിന് മറഞ്ഞിരിക്കുന്നു, എനിക്ക് ലഭിക്കേണ്ട അവകാശങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്ന് നീ പരാതിപ്പെടുന്നത് എന്തുകൊണ്ടെന്നാണ്. തൻ്റെ രക്ഷ ആര് നിർവഹിക്കുമെന്ന സംശയം ഇവിടെ ഉന്നയിക്കുകയാണ് ഒരുത്തൻ. അത് ഇസ്രായേൽ എന്നാണ് കർത്താവ് പറയുന്നത്. അതിപ്പോൾ ഞാനായിരിക്കാം, നിങ്ങളായിരിക്കാം, ഓരോ വ്യക്തികളായിരിക്കാം, സഭയായിരിക്കാം, സമൂഹമായിരിക്കാം. ഇവിടെ ഇസ്രായേലിനെ ചൂണ്ടി പറയുകയാണ്, എൻ്റെ രക്ഷ ആരിലൂടെ നിർവഹിക്കപ്പെടും? യാക്കോബേ, ഇസ്രായേലേ, എൻ്റെ വഴികൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു, എൻ്റെ അവകാശം ദൈവം കണക്കിലെടുക്കുന്നില്ല എന്ന് നീ പരാതി പറയുന്നത് എന്തുകൊണ്ടാണ്? കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവുമാണ്. കർത്താവ് പറയാണ്, നീ കേട്ടിട്ടില്ലേ? അറിഞ്ഞുകൂടെ? കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെ സൃഷ്ടാവുമാണ്. അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയില്ല. ദൈവത്തിന് ക്ഷീണമോ തളർച്ചയോ ഇല്ല. മനുഷ്യന് തോന്നാമായിരിക്കും ദൈവം ക്ഷീണിക്കുമെന്നൊക്കെ. ഒരിക്കൽ നമുക്ക് മനസ്സിലാക്കാവുന്ന സുവിശേഷത്തിൻ്റെ ഒരു ഭാഗമുണ്ടല്ലോ. ഒരിക്കൽ ശിശുക്കളെ അമ്മമാർ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർ തടഞ്ഞു. യേശു അവരെ ശാസിച്ചിട്ട് പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. പക്ഷേ ശിഷ്യന്മാർ പറഞ്ഞത് യേശു വിശ്രമിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം, ക്ഷീണിച്ച് തളർന്നിട്ടുണ്ടാകാമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം തടഞ്ഞത്. അല്ലാതെ തടയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ യേശുവിന് ക്ഷീണമില്ല, യേശു കൊണ്ടുവരാൻ പറയുകയാണ് എന്ന് പറഞ്ഞ പോലെ ദൈവം പറയുകയാണ്, ദൈവത്തിന് ക്ഷീണമില്ല. അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല, അവിടുത്തെ മനസ്സാഗ്രാഹ്യമാണ്. പിന്നെയോ തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. എന്നിട്ട് പറയാണ്, യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയറ്റ് വീഴാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും, ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. അതുകൊണ്ട് നീ ക്ഷീണിച്ച് ദുഃഖിച്ച് എൻ്റെ കാര്യങ്ങളൊന്നും ദൈവം കാണുന്നില്ലേ, എന്നെ ശ്രദ്ധിക്കുന്നില്ലേ, എന്നെ ആര് രക്ഷിക്കും, എനിക്ക് എന്തു പറ്റി എന്ന് മുഖം വാടി സങ്കടപ്പെട്ടൊന്നും ഇരിക്കാതെ ഈ പ്രത്യാശയോടെ ദൈവത്തിലേക്ക് വരിക. അവൻ ക്ഷീണിച്ചവന് ബലം നൽകുന്നു, തളർന്നു കിടക്കുന്നവനെ ബലപ്പെടുത്തി എഴുന്നേൽപ്പിക്കുന്നു. ചെറുപ്പക്കാരെ ശക്തിയേറ്റു വീഴുമ്പോൾ പോലും ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവം ശക്തിയോടെ പിടിച്ചു നിർത്തുന്നു. ഇതാണ് യെശയ്യാപ്രവാചകനും. ആ ദൈവത്തിൻ്റെ വഴികൾ എത്ര മനോഹരമാണ്. സർവശക്തനായ ദൈവം തന്നെയാണ് അവനെ നടത്തുന്നതെന്ന് അസന്നിഗ്ധമായി കർത്താവ് പറയുകയാണ്. അതുകൊണ്ട് ആ ദൈവത്തിലേക്ക് നമുക്ക് എത്രയും സ്നേഹത്തോടെ, എത്രയും ധൈര്യത്തോടെ കടന്നു ചെല്ലാം. വീണ്ടും അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 15 വരെ വാക്യങ്ങളിലൂടെ നമ്മളെ ദൈവം കൊണ്ടുപോവുകയാണ്. പ്രവാചകന്മാരിലൂടെ നൽകിയ ധൈര്യവും പ്രത്യാശയും ഒരിക്കൽ കൂടെ ശിഷ്യന്മാരിലൂടെ, പ്രത്യേകിച്ച് പൗലോസ് അപ്പോസ്തലനിലൂടെ നൽകുകയാണ്. അനന്യാസ് എന്ന് പറയുന്ന ഒരു ക്രിസ്തു ശിഷ്യനോട് ശൗലെന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് പോയി അവന് സൗഖ്യം കൊടുക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ അനന്യാസ് പറയാണ്, കർത്താവേ, ആ മനുഷ്യൻ അവിടുത്തെ വിശുദ്ധന്മാരെ ഈ നാളുകളിൽ ഒത്തിരി പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന അനുഭവമാണല്ലോ ഞാൻ കേട്ടിട്ടുള്ളത് എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ പൗലോസിനെ കുറിച്ചാണ് അനന്യാസ് കർത്താവിനോട് പറയുന്നത്.
അപ്പോൾ കർത്താവ് അനന്യാസിനോട് പറയുന്നതാണ്, നീ ഭാരപ്പെടേണ്ട, നീ പ്രയാസപ്പെടേണ്ട, നീ ചെല്ലുക, അവനെ സൗഖ്യപ്പെടുത്തുക. അവൻ എനിക്ക് വേണ്ടി ഇനി എന്തെല്ലാം കഷ്ടതകളും പീഡനങ്ങളും അനുഭവിക്കാൻ ഇരിക്കുന്നതെന്നേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവിൻ്റെ വിശുദ്ധന്മാരെന്ന് പറയുന്നത് അന്നത്തെ ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചവരെ കുറിച്ചാണ് പറയുന്നത്. വിശുദ്ധന്മാരെന്ന് ഗ്രീക്കിൽ ഇതിൻ്റെ അർത്ഥം പറയുന്നത് ദൈവത്തിനു വേണ്ടി വേർതിരിച്ചവർ അഥവാ അർപ്പിക്കപ്പെട്ടവർ എന്നാണ്. സമർപ്പിക്കപ്പെട്ടവർ. ഞാൻ ദൈവത്തിൻ്റെയാണ്, ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങളിലൂടെയാണ് ഞാൻ പോകുന്നതുള്ളതുകൊണ്ട് ഞാൻ ദൈവത്തിന് പൂർണ്ണമായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. അപ്പോൾ അല്ലാതെ അതിവിശുദ്ധരായ ഒരു ജീവിതം അവിടെ നയിച്ചു എന്ന് അതിനകത്ത് അർത്ഥമാക്കേണ്ടതില്ല. സാധാരണ മനുഷ്യർ ജീവിക്കുന്ന ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ച് വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ച ആദിമ ക്രിസ്ത്യാനികൾ, അവരുടെ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അവരതിവിശുദ്ധരായതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയെന്ന് ചിന്തിക്കേണ്ട. ഈ കാലഘട്ടത്തിലും എല്ലാ ക്രിസ്ത്യാനികളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അങ്ങനെ സംബോധന ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ചില സമയത്തൊക്കെ ഈ പരിചയത്തിലുള്ളവരെയും അല്ലെങ്കിൽ സ്നേഹിതരെയൊക്കെ എന്താ വിശുദ്ധ എന്നിങ്ങനെ പറയുകയോ വിളിക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് അത് അരോചകമായി തോന്നുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് എന്താ പറയുന്നത് തമാശ രൂപത്തിലാകേണ്ടതല്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ സംസാരിക്കാറില്ല. എൻ്റെ മനസ്സിൽ അങ്ങനെയൊരു ചിന്ത ദൈവം നൽകിയിട്ടുണ്ട്. ഒരാളെ നമ്മൾ അങ്ങനെ ആകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി സംബോധന ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാകാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ടെന്നുള്ള ബോധം അയാളുടെ ഉള്ളിൽ വരും. അതുകൊണ്ട് സ്വർഗത്തിൽ ദൈവം തൻ്റെ പുത്രൻ വഴി നമുക്ക് അങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. ഈ വിശുദ്ധതകൾ, വിശുദ്ധ കുർബാന നമ്മൾ പറയുന്നില്ലേ, ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രം നൽകപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഇത് പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവമല്ലാതെ വിശുദ്ധനില്ല, പരിശുദ്ധനില്ല എന്ന് ആമേൻ തീർത്ത് പറയുമ്പോൾ ലോകത്തെ കരുണയോടെ മെനഞ്ഞുണ്ടാക്കിയ പിതാവാം ദൈവം നമ്മോടുകൂടെ തൻ്റെ തിരുമേനിയുടെ വിലയേറിയ രക്തത്താൽ നമ്മെ രക്ഷിച്ച പുത്രൻ തമ്പുരാൻ നമ്മോടുകൂടെ, പരിശുദ്ധ റൂഹ നമ്മോടുകൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ ആമേൻ പറയുന്നുണ്ട്. നമ്മുടെ ബലഹീനതയിൽ തൃത്വം ഇറങ്ങി വന്ന് നമ്മളെ ബലവാനാക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ തൃത്വം, ആ പരിശുദ്ധ കുർബാന അനുഭവിക്കുന്ന ഓരോ വ്യക്തിക്കും ആ വിശുദ്ധിയിലേക്ക് വളരാനുള്ള ആ ഒരു ആഹ്വാനമുള്ളത് കൊണ്ട് തന്നെ പരസ്പരം കാണുമ്പോൾ ആ ഒരു ഓർമ്മ വരുന്നതിന് വേണ്ടി വിശുദ്ധരായി കാണുന്നതിനും തെറ്റില്ല എന്ന് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഓരോ ശിഷ്യനും ഇന്നലകളിലെ ഓരോ മനുഷ്യൻ്റെയും ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പുള്ള അവൻ്റെ അനുഭവത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഭയപ്പെടേണ്ട. ഇന്നലെ എന്തായിരുന്നു എന്നതിനെക്കുറിച്ചെല്ലാം ഇന്നലെ ഓർത്ത് ഭയപ്പെടുകയോ ഭാരപ്പെടുകയോ വേണ്ട. അനന്യാസ് അങ്ങനെ ഭാരപ്പെടുകയാണ്. ഇന്നലെ അവൻ അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്ന് പൗലോസ് അല്ലെങ്കിൽ സാവൂൾ ഇങ്ങനെ ആയിത്തീർന്നു എന്ന് അനന്യാസിനറിയില്ല. പക്ഷെ കർത്താവ് അവനെ ആക്കി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഓരോ മനുഷ്യൻ്റെയും ഇന്നലകളെടുത്ത് ഇന്നും അവനെ കുറ്റം വിധിക്കുകയോ ഇന്നും അവനെ ഭയപ്പെടുകയോ ഇന്നും അവൻ്റെ പ്രവർത്തനങ്ങൾ വഴി ഭാരപ്പെട്ട് അവനിൽ നിന്ന് അകന്നു പോകാൻ ആഗ്രഹിക്കുകയോ ചെയ്യരുത്. ഇന്നിൻ്റെ ദിവസം കർത്താവ് എന്ത് ഓരോ വ്യക്തിയിലും പ്രവർത്തിച്ചു എന്നുള്ള ഒരു അന്വേഷണം ഉണ്ടാകുന്നത് നല്ലതാണ്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഇന്നിൻ്റെ ദിവസം, ഇന്ന് നീ ഭാരപ്പെടേണ്ട, ഇന്ന് നീ ചെല്ലുക, ഇന്ന് നീ ചെല്ലുമ്പോൾ അവനിൽ മാറ്റമുണ്ടോ എന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ കർത്തൃശിഷ്യനും ഇന്നലകളെക്കുറിച്ചുള്ള മറ്റുള്ളവരെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറണം. ഇന്നലെക്കുറിച്ചുള്ള മറ്റുള്ളവരെക്കുറിച്ചുള്ള വിധിയെഴുത്തുകളൊക്കെ മാറ്റി ഇന്ന് കർത്താവ് അവനെ തൊട്ടിരിക്കുന്നുവെന്നും അല്ലെങ്കിൽ തൊഴാൻ സാധിക്കുന്നവനാണ് കർത്താവ് എന്നുള്ള വിചാരത്തിൽ പോകണമെന്ന് പറയുകയാണ്. അതിൻ്റെ ഒരു തുടക്കമെന്ന വണ്ണമാണ് വിശുദ്ധ പൗലോസിൻ്റെ രണ്ടാമത്തെ ലേഖനത്തിൽ വായിക്കുന്നത്. 2 കൊരിന്ത്യർ 5:14-20 രണ്ടാമത്തെ ലേഖനങ്ങളുടെ രണ്ടാമത്തെ വായനയിൽ വായിക്കുന്നത് അങ്ങനെയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഉത്തേജനം നൽകുന്നുണ്ട്. 2 കൊരിന്ത്യർ 5:14-20 വാക്യങ്ങൾ. അതിൻ്റെ ഒരു കണ്ടന്റ് ഞാൻ പറയുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഉത്തേജനം നൽകുന്നതുകൊണ്ട് ഇനി ആരും തങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നില്ല, സ്വന്തത്തിന് വേണ്ടി ഇനി ആരും ജീവിക്കുന്നില്ല.
തങ്ങൾക്ക് വേണ്ടി മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു. ഒരിക്കൽ ഞങ്ങൾ, പൗലോസിലെ പറയണം, ഒരിക്കൽ ഞങ്ങൾ ക്രിസ്തുവിനെ മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിച്ചിരുന്നുവെങ്കിലും ഇനിയൊരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. പൗലോസ് പറയാണ്, ഒരിക്കൽ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ്, ക്രിസ്തുവിനെ അനുഭവിക്കുന്നതിന് മുമ്പ് യേശുക്രിസ്തുവിനെ പോലും മനുഷ്യനായി ആണ് വീക്ഷിച്ചിരുന്നത്. ഇനിയൊരിക്കലും അങ്ങനെ വീക്ഷിക്കുന്നില്ല. അപ്പോൾ ക്രിസ്തുവിലുള്ളവരെല്ലാവരും മാമോദിസായിലൂടെ ക്രിസ്തുവിലേക്ക് വന്ന എല്ലാവരും പഴയ മനുഷ്യനെല്ലാം പുതിയ സൃഷ്ടിയാകുന്നു എന്ന കാഴ്ചപ്പാടോടുകൂടി മനുഷ്യരോട് ഇടപെടേണ്ടിയിരിക്കുന്നു, കാണേണ്ടിയിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. വീണ്ടും നമുക്ക് അതിൻ്റെ പൂർത്തീകരണമായ പ്രഥമവും പ്രധാനവുമായ സുവിശേഷം ഏവൻഗേലിയോനിലേക്ക് വരാം. അതിന് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 10 മുതൽ 17 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വീണ്ടും കഴിഞ്ഞ ഞായറാഴ്ചത്തെ വായനയോട് സമമായി തന്നെ നിൽക്കുകയാണ്. വീണ്ടും അപ്പം വർദ്ധിപ്പിക്കുന്ന വായനയാണ്. അവിടെ പ്രധാനമായിട്ടൊരു വാക്ക് യേശു ശിഷ്യന്മാരോട് പറയുന്നത്, ശിഷ്യന്മാർ വന്ന് യേശുവിനോട് പറയുമ്പോൾ മറുപടിയായിട്ട് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ അവർക്ക് അപ്പം കൊടുപ്പീൻ, അല്ലെങ്കിൽ ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. ശിഷ്യന്മാർ വന്ന് പറഞ്ഞു അവർക്ക് ഭക്ഷണത്തിന് വകയില്ല, എല്ലാവരെയും പറഞ്ഞു വിടണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുവിൻ എന്നാണ്. അപ്പോൾ അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേതൃത്വത്തിലിരിക്കുന്ന അല്ലെങ്കിൽ നേതൃത്വത്തിലേക്ക് വിളിക്കപ്പെട്ടവർ അല്ലെങ്കിൽ വെളിപ്പെടാനിരിക്കുന്നവർ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെയും വിശക്കുന്നവരുമായ എല്ലാ ജനങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഓരോ ജനങ്ങളുടെയും, തങ്ങളുടെ കൂട്ടത്തിൽ തങ്ങളുടെ കൂടെ വരുന്ന ഓരോ ജനങ്ങളുടെയും, ഓരോ വ്യക്തിയുടെയും, ഓരോ കുടുംബത്തിൻ്റെയും, ഓരോ സമൂഹത്തിൻ്റെയും, ഓരോ ഇടവകയുടെ, ലോകമുള്ള സകല മനുഷ്യരുടെയും പ്രിയമുള്ളവരെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നാണ്. ആവശ്യങ്ങളിലേക്ക്. എന്താണ് നിൻ്റെ ആവശ്യമെന്ന് ആ ഭിക്ഷാടകനായ കുരുടനായ ബർത്തിമിയോസിനോട് യേശു ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ പാവങ്ങളിലേക്കും ഓരോ പട്ടിണിക്കാരിലേക്കും ഇറങ്ങിച്ചെല്ലണം ഓരോ നേതാവും എന്ന് ഇവിടെ കർത്താവ് പറയുകയാണ്. കാരണം ഇടയനില്ലാത്തവർക്ക് ഇടയനാകണം. പ്രിയമുള്ളവരെ, ഞാൻ 1-2 ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ അതുവഴി ബന്ധപ്പെട്ട് തരാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, മദർ തെരേസയുടെ ഒരു വാക്ക്, ഒരു ചിന്ത നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. മദർ തെരേസ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ, ഒരു കത്തോലിക്ക സമ്മേളനമാണ്, ആ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ 1976 ഒരു അവരുടെ ഒരു പ്രസംഗത്തിലെ ഒരു ഭാഗമാണത്. അവർ പറയുന്നത് എങ്ങനെയാണ്? ദുഃഖിതരായ ദരിദ്രമുഖങ്ങളിൽ ഞങ്ങൾ കാണുന്നത് അപ്പത്തിൻ്റെ രൂപത്തിൽ മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെയാണ്. കണ്ടോ? ദുഃഖിതരായ ദരിദ്രമുഖങ്ങളിൽ ഞങ്ങൾ കാണുന്നത് അപ്പത്തിൻ്റെ രൂപത്തിൽ മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെയാണ്. അതിനാൽ ഞങ്ങൾ സാമൂഹിക പ്രവർത്തകരല്ല, മറിച്ച് ലോകത്തിൻ്റെ ബഹളത്തിനിടയിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ ധ്യാനിക്കുന്ന സന്യാസികളാണ്. ലോകം അതിൻ്റെ സുഖഭാവങ്ങളിലും അതിൻ്റെ ബഹളങ്ങളിലൊക്കെ ഇങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ അവിടെ ജീവിക്കുന്ന, ആ ബഹളത്തിനിടയിൽ ജീവിക്കുന്ന ആ പട്ടിണിപ്പാവങ്ങളിൽ, ദരിദ്രരിൽ ക്രിസ്തുവിൻ്റെ മുഖം അല്ലെങ്കിൽ ക്രിസ്തുവിനെ ധ്യാനിക്കുന്ന സന്യാസിനികളാണ് എന്ന് പറയുകയാണ്. സാമൂഹിക പ്രവർത്തകരല്ല, മറിച്ച് ദരിദ്രമുഖങ്ങളിൽ ക്രിസ്തുവിനെ കാണുന്നു. അപ്പോൾ ഇന്നത്തെ ചിന്തയിൽ നമ്മൾ ചിന്തിച്ചാൽ ഓരോ പ്രേക്ഷിതനും ഓരോ ക്രിസ്തു ശിഷ്യനും ഓരോ സാമൂഹിക പ്രവർത്തകനും, എൻ്റെ വാക്കിൽ ഞാനതങ്ങ് കൂട്ടിച്ചേർക്കുകയാണ്, ഓരോ സാമൂഹിക പ്രവർത്തകനും ഈ ക്രിസ്തുവിൻ്റെ മുഖം ദരിദ്രരിൽ പാവങ്ങളിൽ കാണേണ്ടിയിരിക്കുന്നു എന്ന ഒരു സൂചന അവിടെ നൽകുന്നുണ്ട്. അതാണ് ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുക. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടായിരിക്കാം അപ്പോസ്തലന്മാർ അവരെ ക്രൈസ്തവ സഭ അല്ലെങ്കിൽ സമൂഹം അവരുടെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ രൂപപ്പെട്ടപ്പോൾ അവർ ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു അവരുടെ മുദ്രാവാക്യം. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ തങ്ങൾക്കെല്ലാം പൊതുവക എന്നാണ്, സോഷ്യലിസം, സമത്വം, നീതിയൊക്കെയാണ് അവരാദ്യം മുദ്രാവാക്യമായിട്ട് സമൂഹത്തിൽ ഉയർത്തിയത്. അപ്പോസ്തലപ്രവർത്തനം 2-ാം അധ്യായം 4-ാം അധ്യായത്തിൽ അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. വീണ്ടും ഒരു കാര്യവും കൂടി
പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കയിലെ അപാർത്തൈഡ് ഗവൺമെൻറ്റിനെതിരെ വിപ്ലവം നയിച്ച ആർച്ച് ബിഷപ്പ് ടുട്ടുവിൻ്റെ വാക്കുകളാണ്. സൗത്ത് ആഫ്രിക്കയിൽ അപാർത്തൈഡ് ഗവൺമെൻറ്റിന് എതിരെ വിപ്ലവം നയിച്ച ആർച്ച് ബിഷപ്പ് ടുട്ടുവിൻ്റെ വാക്കുകൾ. അദ്ദേഹം ഇങ്ങനെ പറയുന്നു: അപാർത്തൈഡിൻ്റെ ചവറ്റുകുട്ടകളായ പുനരധിവാസ കേന്ദ്രങ്ങളിൽ പട്ടിണി കിടക്കുന്ന കുട്ടികളെക്കുറിച്ച് നമ്മുടെ ദൈവം ദുഃഖിക്കുന്നു. അപാർത്തൈഡിൻ്റെ ചവറ്റുകുട്ടകളായ പുനരധിവാസ കേന്ദ്രങ്ങളിൽ പട്ടിണി കിടക്കുന്ന കുട്ടികളെക്കുറിച്ച് നമ്മുടെ ദൈവം ദുഃഖിക്കുന്നു. തടവറയിൽ വെച്ച് ദുരൂഹമായ സാഹചര്യങ്ങളിൽ മരണം അടയുന്നവരെ നമ്മുടെ ദൈവം തീർച്ചയായും ശ്രദ്ധിക്കുന്നു. ഇതെനിക്ക് ബൈബിളിൽ നിന്നും കാട്ടിത്തരാൻ കഴിയും. ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധയില്ലാത്ത ദൈവത്തെ ഞാൻ ആരാധിക്കുകയില്ല. ബിഷപ്പ് ടുട്ടുവിൻ്റെ വാക്കുകളാണ്. അപാർത്തൈഡിൻ്റെ ചവറ്റുകുട്ടകളായ പുനരധിവാസ കേന്ദ്രങ്ങൾ. ഇപ്പോൾ പല പുനരധിവാസ കേന്ദ്രങ്ങളും അങ്ങനെയായിരിക്കാം. നമ്മുടെ രാജ്യത്തെ പുനരധിവാസ കേന്ദ്രങ്ങളൊക്കെ അങ്ങനെ ആകരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ആയിരുന്ന കാലഘട്ടങ്ങളിൽ നിന്നെല്ലാം ഒത്തിരി മാറി. ഇവിടുത്തെ കോടതിയും ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇടപെട്ട് നമ്മുടെ പുനരധിവാസ കേന്ദ്രങ്ങളൊക്കെയും പലതും ഏറ്റവും മനോഹരമായി കൊണ്ടു നടക്കേണ്ട ആവശ്യങ്ങളിലേക്കൊക്കെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധകളൊക്കെ ഉണ്ടായി. ഇനി ഏതെങ്കിലും സ്ഥലങ്ങളിൽ അത്തരം ശ്രദ്ധ പതിയുന്നില്ലെങ്കിൽ പതിയാനും കൂടി ഈ ചിന്ത ഉപകരിക്കട്ടെ എന്ന് ഓർപ്പിക്കുകയാണ്. അപാർത്തൈഡിൻ്റെ ചവറ്റുകുട്ടകളായ പുനരധിവാസ കേന്ദ്രങ്ങളിൽ പട്ടിണി കിടക്കുന്ന കുട്ടികളെക്കുറിച്ച് നമ്മുടെ ദൈവം ദുഃഖിക്കുന്നു. തടവറയിൽ വെച്ച് ദുരൂഹമായ സാഹചര്യങ്ങളിൽ മരണമടയുന്നവരെ നമ്മുടെ ദൈവം തീർച്ചയായും ശ്രദ്ധിക്കുന്നു. അദ്ദേഹം ധൈര്യപൂർവ്വം പറയുകയാണ്: ഇതെനിക്ക് ബൈബിളിൽ നിന്നും കാട്ടിത്തരാൻ കഴിയും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്: ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധയില്ലാത്ത ദൈവത്തെ ഞാൻ ആരാധിക്കുകയില്ല. ഈ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധയില്ലാത്ത ഒരു ദൈവത്തെ ഞാൻ ആരാധിക്കുകയില്ല. ഒരു കവിത, ഒരു വിപ്ലവഗാനമുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു കവിതയോ എന്താ അതിന് പറയണമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. വയലാർ രാമവർമ്മ എഴുതിയതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വിണ്ണിലിരുന്നിറങ്ങുന്ന ദൈവമോ മണ്ണിലിഴയുന്ന മനുഷ്യനോ, അന്ധനാര് അന്ധനാരി അന്ധകാരപ്പരപ്പിൽ അന്ധനാര്. ഇവിടെ ബിഷപ്പ് ടുട്ടു പറയുന്നു അതാണ്. മനുഷ്യൻ്റെ കഷ്ടതകളും പ്രയാസങ്ങളും ശ്രദ്ധിക്കാത്ത ഒരു ദൈവത്തെ ഞാൻ ആരാധിക്കുകയില്ല. അതുകൊണ്ട് മനുഷ്യൻ്റെ കഷ്ടതകളും പ്രയാസങ്ങളും കാണാത്ത ഒരു ദൈവമാണ് എന്ന വിചാരത്തിൽ അധികാരികൾ മുന്നോട്ട് പോകരുത്. അധികാരികൾ മനുഷ്യൻ്റെ കഷ്ടതകളും പ്രയാസങ്ങളും വേദനകളും കാണുന്ന ഒരു ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം പോകാൻ. ഉപയോഗമില്ലാത്ത ദൈവത്തെ ആരാധിക്കില്ല എന്ന് ബിഷപ്പ് ടുട്ടു പറയുകയാണ്. പ്രിയമുള്ളവരെ, വാക്കുകൾ ചുരുക്കട്ടെ. നമ്മുടെ ദൈവം ഉപയോഗമുള്ള ദൈവമാണ്. ആ ദൈവത്തിന് വേണ്ടി നാം ജീവിക്കണം. ആ ദൈവം പറഞ്ഞ വാക്കുകൾ അനുസരിക്കണം. എന്താണ് ആ വാക്ക്? നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പേൻ. ഭക്ഷണം അവർ കണ്ടെത്തി 5 അപ്പവും 2 മീനും. ബാക്കി ദൈവം അതിനെ പ്രാർത്ഥിച്ച് യേശുക്രിസ്തു ദൈവത്തിൽ സമർപ്പിച്ച് അത് ആയിരങ്ങൾക്ക് ഭക്ഷണത്തിന് വിശപ്പടക്കാൻ ഉപകാരമായി തീർന്നു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എന്താണോ, 5 അപ്പവുമായിരിക്കാം, 2 മീനായിരിക്കാം, എന്താണോ അത് ദൈവത്തിന് സമർപ്പിക്കുക. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ ആ അനുഭവം അതാണ്. എൻ്റെ ഒരു കുഞ്ഞു ജീവിതം, ഒരു ചെറിയ ജീവിതാവസ്ഥ, കിടക്കാനൊരു മുറിയും ഭക്ഷണം പാചകം ചെയ്യാൻ ഒരടുക്കളയും ഒരു ചെറിയ സിറ്റ് ഔട്ടൊക്കെ ആകുന്ന ഒരു കുഞ്ഞു വീട്, ആ വീടിനോട് ചേർന്ന് 2 പശുക്കളെ കെട്ടുന്ന ഒരു ചെറിയ തൊഴുത്ത്, ഇതെല്ലാം കൂടി ചേർന്ന എൻ്റെ വീട്. ഞാനും ഭാര്യയും 2 കുഞ്ഞുമക്കളും താമസിക്കുന്ന വീട്ടിൽ നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞ ആ അനുസരിച്ച്
തെരുവിലൊക്കെ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്ത് ഇങ്ങനെ ആതുര ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് യേശു വീണ്ടും എന്നോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് കിടക്കാൻ സ്ഥലം കൊടുക്കുക എന്ന്. ആ വാക്കനുസരിച്ച് എൻ്റെ ആ കുഞ്ഞു വീട്ടിലേക്ക് ഒരു പ്രായമായ ഒരു അപ്പച്ചനെ, ഭിക്ഷയൊക്കെ എടുത്ത് നടന്ന ഒരു അപ്പച്ചനെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് തുടങ്ങിയ ആ കുഞ്ഞ് ശുശ്രൂഷയാണ് ദൈവം എടുത്ത് വളർത്തി അത് ദൈവത്തിന് കൊടുത്തപ്പോൾ, ദൈവത്തിൽ സമർപ്പിച്ചപ്പോൾ ഇന്ന് അനേകർക്ക് താമസിക്കുവാനുള്ള അനുഗ്രഹപ്രദമായ കെട്ടിടങ്ങളും വീടുകളൊക്കെയായി ഈ പ്രത്യാശഭവൻ ഉയർന്നത്. ആ പ്രത്യാശഭവൻ്റെ ഭാഗമായി നിൽക്കുന്ന ഈ മാരാന ധ്യാന കേന്ദ്രം ഉയർന്നത്, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അർപ്പിക്കുന്ന ഈ ശുശ്രൂഷകൾ വളർന്നത് എല്ലാം അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഈ വചനങ്ങളെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള വചനങ്ങളായതുകൊണ്ടാണ് നിങ്ങളോട് ഇത്ര സമയമെടുത്ത് സംസാരിക്കുന്നത്. പലരും എന്നോട് വചനം പറയുമ്പോൾ, സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ചുരുക്കിയ സമയങ്ങളിൽ പറഞ്ഞാലേ ആളുകൾക്ക് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ, ആളുകൾ കേൾക്കുകയുള്ളൂ എന്ന്. പക്ഷേ ഞാൻ അനുഭവിച്ചിട്ടുള്ള ദൈവസ്നേഹവും ദൈവം എന്നിൽ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ആ ശക്തിയും അതിൻ്റെ വിശ്വാസവും എടുത്ത് ജനത്തോട് സംസാരിക്കാനായിട്ട് പോകുമ്പോൾ മണിക്കൂറുകൾ തികയില്ല പ്രിയമുള്ളവർ. ഇപ്പോൾ തന്നെ ഞാനിത് ഒത്തിരി ഇങ്ങനെ വെട്ടിച്ചുരുക്കിയതാണ്. മനുഷ്യനെ ഭയന്നിട്ട് ചുരുക്കിയതാണ്. മനുഷ്യനെ ഭയപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട്, അതുകൊണ്ടാണ് എല്ലാ ദിവസവും ശുശ്രൂഷ നടത്തുന്നത്. പറഞ്ഞാലും തീരാത്തവണ്ണമുള്ള അനുഭവങ്ങൾ ദൈവം ഈ പ്രായം കൊണ്ട് നൽകിയിട്ടുണ്ട്. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ലൊരു വിശുദ്ധ ആരാധനയിൽ ബിഷപ്പ് ടുട്ടു പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്ന, ദരിദ്രൻ്റെ വേദന കാണുന്ന, പ്രയാസം അനുഭവിക്കുന്ന, പ്രവർത്തിക്കുന്ന, കർമ്മനിരതരായിരിക്കുന്ന, ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യദൈവത്തെ ആരാധിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് ദൈവം നൽകട്ടെ. നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമീൻ.